أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بارك الله لنا في القرآن الكريم وغفر الله لنا ولوالدينا والسامعين آمين يا رب العالمين. ഏറ്റവും നല്ല സുന്ദരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലും അതിൻ്റെ മുന്നുള്ള ആഴ്ചകളിലുമൊക്കെ നമ്മൾ ഖുർആൻ പഠിക്കുന്ന പോലെയല്ല ഈ ഒരു രാവിൽ നമ്മൾ ഖുർആൻ പഠിക്കുന്നതിൻ്റെ മഹത്വം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ഹജ്ജ് മാസത്തിലെ അഥവാ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഏറെ ശ്രേഷ്ഠകരമായ ദിവസങ്ങളാണ്. അതിലെ ഒരു സ്വാലിഹായ അമൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമലാകുന്നു എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും നിർവചിച്ചത്. അത് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, റസൂലേ, അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജിഹാദിനേക്കാളും ഇഷ്ടപ്പെട്ടതാണോ അള്ളാഹുവിന് ഈ ഒരു അമല് എന്നാൻ, ഈ ദിവസങ്ങൾ ചെയ്യുന്ന അമല്? ജിഹാദ് എന്താന്ന് നമ്മളെക്കാളും പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള സഹാബത്തിന്റെ ചോദ്യം പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല. കാരണം ഭയങ്കര അധ്വാനാണ്, ഭയങ്കര പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് അവർ ജിഹാദിലേക്ക് ഇറങ്ങിയിരുന്നത്. ആരോഗ്യമായാലും സമയമായാലും സമ്പത്തായാലും ഒക്കെ കുറേ ചെലവഴിച്ചു കൊണ്ടുണ്ടാവുന്ന വലിയൊരു അധ്വാനം. അപ്പൊ അതിന് തന്നെ വലിയ പ്രതിഫലമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിലും ശ്രേഷ്ഠകരമാണോ ഈ ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ഒരു ചെയ്യുന്ന ഒരു സ്വാലിഹായ ഒരു ചെറിയ കർമ്മം എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അതെ, അതിലും ഉത്കൃഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി അവിടെ വിശദീകരിച്ചു കൊടുക്കാൻ. അപ്പൊ എന്തുകൊണ്ടും ഈ ദിവസങ്ങളിലെ തഹ്ലീലുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്, തഹ്മീദുകൾ, അൽഹംദുലില്ലാ എന്ന് പറയുന്ന വാക്ക്, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന തസ്ബീഹുകൾ, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീറുകൾ അള്ളാഹുവിന്റെ അരികിൽ ഏറെ പ്രിയങ്കരമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത്. അതൊക്കെ ദിക്റുകളാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ദിക്റാണ് ഏത്? വിശുദ്ധ ഖുർആൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അപ്പോൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഈ ഒരു ആയുസ്സിൽ, ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരു അനുഗ്രഹം ജീവിതത്തിൽ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. നന്ദിയുള്ളവരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇന്ന് നമ്മൾ ഓതിയത് സൂറത്ത് യാസീനിലെ ഏകദേശം ഒരു 5-6 ആയത്തുകളാണ്. ആ 6 ആയത്തുകളും വളരെ വിശദമായി അള്ളാഹു പറഞ്ഞു പോകുന്ന ഒരു വലിയ തെളിവ് കൂടിയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ഇല്ല എന്ന് പറഞ്ഞവരായിരുന്നു ഭൂരിഭാഗം മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളെ. സൂറത്ത് യാസീന്റെ ഒരു പ്രത്യേകത ഹയാത്തും മൗത്തും വിശദീകരിക്കപ്പെട്ട ഒരു സൂറത്താണ്. കാരണം ഇവിടുത്തെ 12-ാമത്തെ നുഹിയിലെ ഇന്നാ നഹ്നു നുഹിയിൽ മൗത വനക്തുബു മാ ഖദ്ദമു ആസാറഹു നമ്മൾ ഓതിപ്പോയ ആയത്താണ്. തീർച്ചയായും നാമാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിവുള്ള അള്ളാഹുവിന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എന്തുണ്ട്? കഴിവുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത് അള്ളാഹു ഉയർത്തി കൊണ്ടുവരും ചെയ്യും. നമ്മൾ ചെയ്ത അമലുകൾ അള്ളാഹു കാണിച്ചു വരും ചെയ്യും എന്ന് എന്ത് ചെയ്തു? മുന്നേ വിശദീകരിച്ചു. ഇവിടെ റബ്ബ് വീണ്ടും പറയാണ്, ആ 3 അസ്ഹാബുൽ ഖറിയത്തിന്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം അവരുടെ അവസ്ഥ, അല്ലെ, എല്ലാ റസൂല് വന്നിട്ടും പരിഹസിച്ചിരുന്ന ജനത, ആ ജനത എത്രമാത്രം കഷ്ടാണ്. യാ ഹസ്റത്തൻ അലൽ ഇബാദ്, വല്ലാത്തൊരു കഷ്ടാണ് അവരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് റബ്ബ് ഇനി വിശദീകരിച്ചു കൊടുക്കുന്നത് ഇതാണ്. അലം യറൗ കം അഹ്ലക്ന ഖബ്ലഹും മിനൽ ഖുറൂൻ. അലം യറൗ, അവർ കണ്ടിട്ടില്ലേ? മക്കാർക്ക് അറിയില്ലെന്ന്. അവിടെ അവർ കണ്ടിട്ടില്ലെന്ന് ഉദ്ദേശിച്ചാൽ മക്കാരൻ, മക്കയിലും മുശ്രിക്കുകളാൻ, അവർക്കറിയില്ലേ? കം അഹ്ലക്ന ഖബ്ലഹും മിനൽ ഖുറൂൻ, എത്ര
ജനതയെയാണ്, മുൻകഴിഞ്ഞു പോയ നൂറ്റാണ്ടുകളിലുള്ള തലമുറകളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത്. ആദ്, സമൂദ്, ലൂത്ത് ജനത ഒക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. മുൻഗാമികളായ പലരെയും നശിപ്പിച്ച കഥകൾ ആർക്കറിയാം? മക്കക്കാർക്ക് സുപരിചിതമാണ്. അവർ യാത്രക്കാരായിരുന്നു, അവർ കച്ചവടക്കാരായിരുന്നു, നാട് നീളെ അവർ യാത്രകൾ എന്ത് ചെയ്തു സഞ്ചരിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കിയതാ. റബ്ബ് പറയാണ് അങ്ങനെ ഖുറൂൻ, കർണും ജമ്മ ഖുറൂൻ. എന്താ കർണ്? കർണ് എന്ന വാക്കിന് കുമ്പ് എന്നർത്ഥമുണ്ട്, കർണ് എന്ന വാക്കിന് നൂറ്റാണ്ട് എന്നർത്ഥമുണ്ട്, തലമുറ എന്നർത്ഥമുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു ഖൈറുൻ നാസി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് ആരാണ്? എൻ്റെ നൂറ്റാണ്ടിലുള്ളവൻ. അത് റസൂലുള്ളാഹിനെ കണ്ട് ജീവിച്ച സ്വഹാബത്താണ് എന്ന് പറഞ്ഞു റളിയല്ലാഹു അൻഹും, അല്ലേ? പിന്നെ സുമ്മല്ലദീന യലൂനഹും, അവിടെ കർണ് എന്ന് ഉപയോഗിച്ച് തലമുറ എന്നാണ്. നമ്മളെ ജനറേഷൻ, ജീൽ എന്ന് പറയും ശരിക്കും ജനറേഷന്, ജീൽ. ഇവിടെ നൂറ്റാണ്ട് എന്നാണ്. ഒരു നൂറ്റാണ്ട് കാലം, ഇവിടെ നൂറ്റാണ്ടുകൾ കാലം, എത്രയോ മുന്നേ നൂറ്റാണ്ടുകൾ മുമ്പ് കഴിഞ്ഞു പോയ പല തലമുറകളെയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ചു. ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞവരുണ്ട്, അല്ലെ? ഘോരമായ ശബ്ദം കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞതുണ്ട്, കാറ്റും പേമാരിയും പറഞ്ഞയച്ച് നശിപ്പിച്ചതുണ്ട്, അല്ലെ? വലിയ പ്രളയങ്ങളിൽ അള്ളാഹു നശിപ്പിച്ചതുണ്ട്, ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞതുണ്ട്, സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞതുണ്ട്. ഏതെല്ലാം രൂപത്തിൽ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഘോരമായ ശബ്ദം വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ച് കളഞ്ഞവരുണ്ട്. അതൊക്കെ ഇവർ ഓർക്കുന്നില്ലേ എന്ന് റബ്ബ് പറയാം. അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, അവരൊന്നും ഇനി എന്താവുന്നില്ല, മടങ്ങി വരുന്നവരല്ല. മടങ്ങി വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പാഠമുണ്ടായിരുന്നു. മടങ്ങി വരൂല എന്ന് പറഞ്ഞാൽ അത് അതിലേറെ വലിയൊരു പാഠമാണ് സമ്മാനിക്കുന്നത്. ഇതുപോലെ റബ്ബിന് നശിപ്പിക്കാൻ ഒരു പ്രയാസവും ഇല്ല, ഈ ജനതയെ നശിപ്പിക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു മടങ്ങി വരവിനെ സംബന്ധിച്ചാണ് ഇനി റബ്ബ് ഓർമ്മിപ്പിക്കുന്നത്. ഇനിയുള്ള മടങ്ങി വരവുണ്ട്. ഈ ദുനിയാവിലെ എല്ലാം നശിച്ചതിന് ശേഷം റബ്ബ് മടക്കി കൊണ്ടുവരുന്ന രംഗമാണ് ഇനി പറയുന്നത്. ഇൻ കുല്ലുൻ, ഇൻ എന്ന വാക്ക് ആണെങ്കിൽ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കും. ഇവിടെ ഇല്ല എന്ന അർത്ഥത്തിലാണ്. ഇൻ എന്ന് പറഞ്ഞാൽ ഇല്ല. കുല്ലുൻ, കുല്ലുൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും, ഈ എല്ലാ ജനതയും, ഇപ്പൊ റബ്ബ് മുന്നേ നശിപ്പിച്ചു കളഞ്ഞതും ഇനി വരാൻ പോകുന്നവരുമായി ആരുമില്ല. ജമീയോൻ, ലമ്മ ജമീൻ എന്ന് പറഞ്ഞാൽ അല്ലാതെ. ഇവിടെ ലമ്മ എന്ന് പറഞ്ഞാൽ അല്ലാതെ എന്നുള്ള, ഇല്ല എന്നുള്ള അർത്ഥത്തിൽ വരും. അറബിയിൽ ഇല്ല, ലാ ഇലാഹ ഇല്ല എന്നാണ്. ഫസ്റ്റിലെ ഇൻ ലാ, ഫസ്റ്റിലെ ഇന്നിന്റെ അർത്ഥം ലാ, ഇല്ല. കുല്ലുൻ ലമ്മ ജമീഉൻ, ലമ്മ ജമീഉൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടരുമില്ല, എല്ലാവരും അല്ലാതെയല്ല, എല്ലാവരും അല്ലാതെയല്ല. എന്തല്ലാതെയല്ല? ലദൈന, നമ്മുടെ അടുക്കൽ, മുഹ്ളറൂൻ. എന്താ മുഹ്ളർ? ഹാജരാക്കപ്പെടുന്നവർ, അല്ലെ? ഹാദിർ എന്ന് പറഞ്ഞാൽ ഹാജറായി, മുഹ്ളർ എന്ന് പറഞ്ഞാൽ ഹാജരാക്കപ്പെട്ടു. നമ്മളെ വലിച്ചു കൊണ്ടുവന്ന് നിർത്തുകയാണ് ശരിക്കും അവിടെ മഹ്ശറയിൽ. അപ്പൊ എല്ലാവരും ഹാജരാക്കപ്പെടുന്നവരായിട്ടല്ലാതെ ഇല്ല, എല്ലാവരും അള്ളാഹ് എന്ത് ചെയ്യും? ഹാജരാക്കുമെന്നാ പറഞ്ഞർത്ഥം, അല്ലെ? ഇവിടെ ലാ ഇലാഹ ഇല്ല, ലാ ഇല്ല, ലാ ഇലാഹ, ഇലാഹ ഇല്ല, ഇല്ലല്ലാ അള്ളാഹു അല്ല. അതേപോലെ ഇവിടെ അർത്ഥം നോക്കി, ലാ കുല്ലുൻ, എല്ലാവരും ഇല്ല, ഇല്ലാ ജമീഉൻ, മൊത്തത്തിലല്ലാതെ, ലദൈന മുഹ്ളറുൻ, നമ്മുടെ അരികിൽ എല്ലാവരും മൊത്തത്തിൽ എന്താണ്? സന്നിഹിതരാക്കപ്പെടാതെ ഇരിക്കൂല. എല്ലാവരെയും അള്ളാഹ്, ആദ്യക്കാരെയും അവസാനക്കാരെയും അള്ളാഹു എന്താക്കും? ഹാജരാക്കും, മഹ്ശറിൽ കൊണ്ടുവരും. മരണാനന്തര ഒരു ജീവിതമുണ്ട് എന്ന് റബ്ബ് അവിടെ എന്ത് ചെയ്യണ്? ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. ബർസഖ് കഴിഞ്ഞിട്ട് അള്ളാഹു ഈ ഖിയാമ എന്ന വാക്കിന്റെ അർത്ഥം നമ്മളറിയാം, യൗമുൽ ഖിയാമ എന്നറിയും. എന്താ ഖിയാമ എന്ന വാക്കിന്റെ അർത്ഥം? അന്ത്യനാൾ നമ്മൾ പഠിച്ചു. പക്ഷെ അൽ ഖിയാമ, ഖാമ എന്ന വാക്കിൽ നിന്നാണ് ഖിയാമ എന്ന വാക്ക് നിലകൊണ്ടത്. ഖാമ എന്ന് പറഞ്ഞാൽ എന്താ? നിന്നു എന്നാണ്. ഖിയാമ എന്ന് പറഞ്ഞാൽ നീപ്പിക്കുക എന്നാണ് അർത്ഥം. അള്ളാഹ് നമ്മളെ ഉയർത്തി എഴുന്നേൽപ്പിക്കുക, പുനർജീവിപ്പിക്കുക എന്നാണ് ശരിക്കും യൗമുൽ ഖിയാമ. എന്നാൽ അന്ത്യനാൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അതിലെല്ലാം വരും, അല്ലെ? അന്ത്യനാളിൽ എന്തുണ്ട്? എല്ലാം നശിപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു, മഹ്ശറയിൽ കൊണ്ടുവന്നു, വിചാരണ ചെയ്തു, നന്മയും തിന്മയും തൂക്കി നോക്കി, വലത് കൈയിൽ അല്ലെങ്കിൽ ഇടത് കൈയിൽ ഏട് കൊടുത്തു, അത് കഴിഞ്ഞ് സ്വർഗമോ നരകമോ, ഇതെല്ലാ പ്രോസസ്സിനെയും നമ്മൾ പറയും യൗമുൽ ആഖിറ, അല്ലെ? അന്ത്യനാൾ എന്ന് പറയാറുണ്ട്. പക്ഷെ യൗമുൽ ഖിയാമ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പുനർജീവിപ്പിക്കുക എന്നാണ്, വീണ്ടും എഴുന്നേൽപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെന്ത് ചെയ്യും? വീണ്ടും എഴുന്നേൽപ്പിച്ചുകൊണ്ട്. അതാണ് പിന്നെ നമ്മൾ ഹാദിർ, അയോടെ റബ്ബിന്റെ സന്നിധിയിൽ അള്ളാഹു നമ്മളെ കൊണ്ടുവന്നു നിർത്തും. ഈ സൂറത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു ആയത്താണ്, അല്ലെ? എന്താണ്? വിശുദ്ധ ഖുർആൻ, യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസ്ബി യൂഫിളൂൻ. റബ്ബ് പറയാൻ പോവാണ്, ഈ സൂറത്തിൽ നമുക്ക് വരാൻ പോകുന്ന അടിച്ചായത്തതാണ്, അല്ലെ? എല്ലാവരും അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരും. എന്നിട്ട് ഒരൊറ്റ കേന്ദ്ര ബിന്ദു, ഒരൊറ്റ ബിന്ദു, അതായത് റബ്ബിന്റെ മുമ്പിൽ, അർശിന്റെ മുമ്പിലേക്ക് എല്ലാവരെയും അള്ളാഹു എന്ത് ചെയ്യും? കൊണ്ടുവന്നു നിർത്തുന്ന ഒരു നാൾ വരാനുണ്ട് എന്ന് ഇവിടെ റബ്ബ് പറയാണ്. എല്ലാവരും, ലദൈന എന്ന വാക്ക് ലദ ഇൻദ എന്നുള്ള അർത്ഥം, അടുത്ത് എന്നാണ്. ലദൈന, നമ്മുടെ അടുത്ത്, ലദയ്യ, എൻ്റെ അടുത്ത് എന്ന് അറബിയിൽ പ്രയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ അരികിൽ എല്ലാവരും എന്താവും? ഹാജരാക്കപ്പെടും. ഇനി അതിനുള്ളൊരു തെളിവ് പറയാൻ, ആയത്തുൻ, ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദൃഷ്ടാന്തം, തെളിവ് എന്നൊക്കെ അർത്ഥമുണ്ട്. അടയാളം എന്നർത്ഥമുണ്ട്.
അമാനി മൗലവി 6ഓളം അർത്ഥം ശരിക്കും ആയത്ത് എന്നുള്ളതിന് കുറച്ച് അല്ലെ അള്ളാഹ് വിശുദ്ധ ഖുർആന്റെ ഒരു വാചകം എന്നും എന്തുണ്ട്, ആയത്തിന് അർത്ഥമുണ്ട്. ആയത്തും ദൃഷ്ടാന്തം ലഹും അവർക്കുള്ള ദൃഷ്ടാന്തം. ഇതിനെ നിഷേധിച്ച കുറച്ച് ആൾക്കാരില്ല, ഇല്ല ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടെ ഒക്കെ പറഞ്ഞ് നബിനെ പരിഹസിച്ച ആളുകള് എങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നത് അല്ലെ? എത്രയോ അയ്യാന യുബ്അസൂൻ, അവർ പറയും എന്നാ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. വേറെ സൂറത്തിൽ പറഞ്ഞു അയ്യാന യൗമുൽ യസ്അലു അയ്യാന യൗമുൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ എപ്പോഴാ? ഈ അയ്യാന മത്ത എന്നുള്ള അർത്ഥമാണ്, പക്ഷെ അയ്യാന എന്ന വാക്കിന്റെ അർത്ഥം വിദൂരതയെ സൂചിപ്പിക്കണം. ഇതൊന്നും നടക്കൂല, അതൊക്കെ നമ്മളറിയില്ല. ശരിക്കും സാധാ സ്റ്റൈലിൽ പറഞ്ഞാലേ അതൊക്കെ എപ്പോഴാ എന്ന് പറയുന്നത് പോലെ അയ്യാന എന്ന വാക്ക് ഉപയോഗിച്ചു. അവർ മത്ത എന്നല്ല ഉപയോഗിച്ചത്, എന്നാൽ മത്താന്ന് ഉപയോഗിക്കുന്ന ഇടങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ. പക്ഷെ അവര് നബിനെ പരിഹസിച്ച് പറയാൻ അയ്യാന യുബ്അസൂൻ, എപ്പോഴാണ് ബഅസ്, ഒരു പുനർജീവിതം, എപ്പോഴാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞ് കളിയാക്കിയവരാ. റബ്ബ് അതിനുള്ളൊരു തെളിവ് ആയത്ത് എന്താണെന്നറിയോ? ലഹുമുൽ അർദുൽ മൈത്ത, അവർക്കുള്ള തെളിവ് എന്താ? നിർജീവമായ ഒരു വരണ്ട ഭൂമിയാണ്. മൈത്തത്ത് എന്ന് പറഞ്ഞാൽ ജീവല്ലാത്തത് എന്നാണ്, ചേതനയറ്റ അല്ലെ. മാത്ത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയും മരിച്ചു അല്ലെങ്കിൽ ചത്തു എന്നൊക്കെ ഉപയോഗിക്കുന്നതിനാണ് മാത്ത എന്ന വാക്ക് ഉപയോഗിക്കുക. മൈത്തത്ത് എന്ന് പറഞ്ഞാൽ ശവം, വറ്റി വരണ്ട ഭൂമി എന്നാണ് ഉദ്ദേശം. ഒരു വെള്ളമില്ലാത്തതിനാണല്ലോ അല്ലെ, സത്ത പോകുമ്പോഴല്ലേ നമ്മള് അയാളെന്ത് ചത്തുപോയി എന്ന് പറയാ. സത്ത എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളൊരു തുടിപ്പ് അല്ലെ, അത് നഷ്ടപ്പെടുമ്പോഴാണ്. ഇവിടെ മൈത്തത്താൻ, അത് ഭൂമിയിലെ വെള്ളം മുഴുവൻ പോയാൽ പിന്നെ വറ്റി വരണ്ട ഒരു ഭൂമിയാണ്. അത് അവർക്കുള്ള തെളിവാണ്, ദൃഷ്ടാന്തമാണ്. എങ്ങനെയെന്നറിയാം? അഹ്യൈനാഹ, നാം അതിനെ ജീവിപ്പിക്കുന്നു. റബ്ബ് പറഞ്ഞ വാക്ക് നമുക്കൊക്കെ കണ്ണാലാനന്ദല്ലേ. ഒരു മഴ വർഷിക്കുന്നതോടെ വറ്റി വരണ്ട ഭൂമിയിൽ എന്ത് ചെയ്യുന്നു? നല്ല പച്ചപ്പ് ഇങ്ങനെ കാണാം. ഒരു മഴ പെയ്താൽ മതി, അവിടെ പച്ചപ്പ്, അത് നമ്മളെ കണ്ണിന് ഭയങ്കര ആനന്ദമാണ്. ആ ജീവസുറ്റമാവാണ് അല്ലെ. വറ്റി വരണ്ട പാടങ്ങളിൽ പിന്നെ നെൽക്കതിർ 100 മേനി കൊയ്യുന്നത് അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. പുതുനാമ്പിട അല്ലെ, പുതുനാമ്പിടുക, ഒരു പുതിയ ഒരു പുല്ല് മുളക്ക്. അഹ്യൈനാഹ, ഹഹാ എന്ന് പറഞ്ഞാൽ എന്താ? അവളെ നാം മുളപ്പിക്കുന്നു. അർള് എന്ന് പറഞ്ഞാൽ മുഅന്നസാൻ, അർള് എന്ന വാക്ക് മുഅന്നസാൻ. അതുകൊണ്ടാണ് മൈത്തത്ത് എന്ന് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ എന്താ പറയുള്ളൂ? മയ്യിത്ത് എന്ന് ഉപയോഗിക്കുള്ളൂ അല്ലേ. ഇവിടെ മൈത്തത്ത് എന്ന് ഉപയോഗിച്ചത് എന്താണ്? അൽ അർള് എന്നാണ്. അഹ്യൈനാഹ, നാം അതിനെ, ആ ഭൂമിയെ നാം ജീവിപ്പിക്കും, ജീവസുറ്റമാക്കുന്നു. അഖ്റജ്ന, എന്നിട്ട് നാം എന്ത് ചെയ്യുന്നു? പുറത്തു കൊണ്ടുവരുന്നു. ഖറജ വാക്കിന്റെ അർത്ഥം പുറത്തു പോയി, അഖ്റജ പുറത്തു കൊണ്ടുവന്നു, പുറത്തേക്ക് ഞാൻ കൊണ്ടുവരുന്നു. എന്തിനെ? മിൻഹ, അതിൽ നിന്നും, ആ ഭൂമിയിൽ നിന്നും, ഹബ്ബൻ, ധാന്യമണികളെ. ഹബ്ബ് എന്ന് പറഞ്ഞല്ലേ, ഹബ്ബ ധാന്യമണി. ഹുബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം അല്ലെ. ഹിബ് എന്ന് പറഞ്ഞാലോ, ഹിബ് പ്രിയപ്പെട്ടവൻ എന്നാണ് അർത്ഥം. മൻകാന ഹിബുൻ നബി, നബിയുടെ സ്നേഹിതൻ എന്നൊരു പേര് കിട്ടിയൊരു സഹാബില്ലേ, ഹിബു. ആരാ ഹിബുൻ നബി? നമ്മൾ കഴിഞ്ഞ സൂറത്തെ അഹ്സാബിൽ പഠിച്ചു. സെയ്ദ് റളിയല്ലാഹു അൻഹുനെ, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ പേര് പറഞ്ഞൊരു സഹാബിയുള്ളൂ സെയ്ദ്, പേരിലെ സെയ്ദ് എന്ന സഹാബി ഹിബുൻ നബി എന്ന പേര് കീർത്തിയിട്ടുണ്ട്, എന്ന പേര് റസൂലുള്ളാഹി കേട്ട്. ഹിബ് എന്ന് പറഞ്ഞാൽ സ്നേഹിതൻ, ഹബ്ബ് എന്ന് പറഞ്ഞാൽ ധാന്യമണി, ഹുബ് എന്ന് പറഞ്ഞാൽ ഒരു ഹർഫ് അങ്ങോട്ടോട്ട് മാറിയാൽ അർത്ഥം തന്നെ മാറി മറിയുന്നു. ഇവിടെ റബ്ബ് പറയുന്നു ഹബ്ബൻ, ധാന്യമണികളെ അള്ളാഹു പറയും. ഇവിടെ ധാന്യമണി പറഞ്ഞാൽ സീഡ് പൊട്ടി മുളച്ചിട്ട് പ്ലാന്റ് ആയിട്ട് പുറത്തു വരൂലേ, അതാണ് ഉദ്ദേശം. ഫമിൻഹു യഅ്കുലൂൻ, എന്നിട്ട് അവർ അതിൽ നിന്ന് ഭക്ഷിക്കുന്നില്ലേ. ഇതിനെ നിഷേധിച്ച് ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല, മരിച്ചിട്ട് ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ ഇന്നാ ലമബഊസുൻ. വേറെ സൂറത്തിൽ അല്ലാഹു പറയാണ് എന്താണ് അവരുടെ എല്ലുകളെ അല്ലേ, അവരുടെ എല്ലുകളെ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അതിന് മുന്നേ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു അവരുടെ എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടാൻ കൽപ്പുള്ളവനാൻ. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ കരുതുന്നുണ്ടോ? അല്ലൻ നജ്മഅ ഇളാമ, അവന്റെ ഇളാമുകളെ, എല്ലുകളെ ഞാൻ വീണ്ടും ഒരുമിച്ച് കൂട്ടൂല എന്നാണോ അവൻ കരുതുന്നത്? ബലാ, എന്നാൽ അറിയണേ, ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവരുടെ വിരൽത്തുമ്പുകൾ പോലും ശരിപ്പെടുത്താൻ കൽപ്പുള്ളവൻ. ഇതൊക്കെ നശിച്ചിട്ട് ഈ തുമ്പ് ഇതേപോലെ പടക്കാൻ കഴിവുള്ളവൻ അവരാണ് ആര്? അള്ളാഹ്. അവ എല്ലാ എല്ലും തുരുമ്പും ഒക്കെ മണ്ണായി ചേർന്ന് കഴിഞ്ഞാലും റബ്ബ് വീണ്ടും മടക്കി കൊണ്ടുവരും. ഏതുപോലെ? ഒന്നുമില്ലാത്ത മണ്ണിൽ നിന്ന് ധാന്യമുളകൾ പൊട്ടിമുളക്കുന്നത് പോലെ. എന്നിട്ട് റബ്ബ് അവിടെ അവരൊക്കെ തിന്നണില്ലേ എന്നൊരു ചോദ്യമാണ്, ഒരു ആക്ഷേപമാണ്. ഫമിൻഹു യഅ്കുലൂൻ, ഈ ധാന്യമണി ഒരു പൊട്ടിമുളച്ചിട്ട് അല്ലെ, അതിൽ നല്ല നുറുമേനി കൊയ്യുന്ന വിളകളെ വയറ് നിറയെ തിന്നുന്നില്ലേ, നന്ദി കാണിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? അവരെ വിമർശിക്കാൻ, ഇതിനെ നിഷേധിച്ചവരെ വിമർശിക്കാൻ. എന്നിട്ട് റബ്ബ് പറയുന്നു വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅഅനാബ്. ഇത് അള്ളാന്റെ കഴിവാണ് പറയണത്. അള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനും കഴിവുള്ള ഓൾമൈറ്റി അള്ളാൻ.
അള്ളാഹുവിന് എല്ലാറ്റിനും കഴിവുണ്ട്. ആ റബ്ബിലേക്ക് നമ്മൾ എത്രമാത്രം അടുക്കണം, എത്രമാത്രം റബ്ബിൽ കാര്യം വരമേൽപ്പിക്കണം എന്ന് റബ്ബ് ഓർമ്മിപ്പിക്കണം. ഇതിനൊക്കെ കഴിവുള്ള അള്ളാഹ് ഉണ്ടാകുമ്പോൾ ഇനി വേറെ വല്ല പടപ്പും വേണോ ജീവിതത്തിൽ? വേറൊരാളും വേണ്ട, ഒരു ശക്തിയും വേണ്ട, അള്ളാഹ് മാത്രം മതി എന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഈ ആയത്ത്. വജഅൽനാ, നാം ആക്കുന്നു, ഫീഹ, അതിൽ, ആ ഭൂമിയിൽ, ജന്നാത്ത്. എന്താ ജന്നാത്ത്? സ്വർഗത്തിന് പറയാറുണ്ട് അല്ലെ തോട്ടങ്ങൾ. ഇവിടെ ഉദ്ദേശം തോട്ടങ്ങൾ. ജന്നത്തും ജംഅ് തോട്ടം. ശരിക്കും സ്വർഗത്തിന് ജന്നത്ത് എന്ന് പേര് വരാനുള്ള ഒരു കാരണം, തോട്ടം നമ്മൾ അർത്ഥം പറയും, കാണാത്തത് എന്നുള്ളൊരു അർത്ഥമുണ്ട്. മറഞ്ഞത്, നമ്മള് ജിന്ന് കാണാത്തതാണ്. ജനീൻ എന്നറിയും. ഗർഭസ്ഥ ശിശുവിന് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ജനീൻ. കാണാൻ കഴിയൂല. മറ്റേ ഇബ്രാഹിം നബി പറഞ്ഞില്ലേ, ഇദാ ജന്ന അലൈ, മറ്റേ ഇവർക്ക് ഇദാ ജന്ന അലൈഹിമുൽ ലൈൽ, രാത്രി അവരെ വന്ന് മൂടുമ്പോൾ. ജന്ന എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചത്, മറഞ്ഞു നിൽക്കുന്നതെന്നാണ്. സ്വർഗത്തിന് അങ്ങനെ പേര് വരാനുള്ള ഒരു കാരണം ചില ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞു, അതൊരു തോട്ടാണ്, നമ്മൾ ആരും കാണാത്ത, മറച്ചു വെച്ചതാണെന്ന്. പക്ഷെ ഭൂമിയിലെ തോട്ടങ്ങൾക്കും എന്ത് പറയാറുണ്ട്? ജന്നത്ത് എന്ന് പറയും. അതിന്റെ ജം എന്താ? ജന്നാത്ത് എന്ന് ഉപയോഗിക്കും, ജിനാൻ എന്നും ഉപയോഗിക്കും. ജിനാൻ, സ്വർഗത്തോപ്പുകൾക്ക്. ഇവിടെ ഉദ്ദേശം എന്താണ്? ഭൂമിയിലെ തോട്ടങ്ങളല്ല. ഭൂമിയിലില്ലേ കുറെ തോട്ടം, നമ്മൾ നനച്ചുണ്ടാക്കുന്നതും അല്ലാതെ ഉണ്ടാവുന്നതുമായ തോട്ടങ്ങളില്ലേ? ഇവിടെ എങ്ങനത്തെ തോട്ടം? മിൻ നഖീൽ, നഖീൽ നമ്മളില്ലേ പാം, ഈത്തപ്പന അല്ലെ, ഈത്തപ്പനകളുടെ തോട്ടം. ഇവിടെ അല്ലേ ഒരു മൻഹൂൽ, അതിൽ നിന്ന് വന്ന ഓരോ സ്ഥലങ്ങളുടെ പേരൊക്കെ നഖീൽ, നഖ്ലത്ത് എന്നാണ് ശരിക്കും ഈത്തപ്പനക്ക് പറയാം അല്ലെ. ഈത്തപ്പന തോട്ടങ്ങൾക്ക് നഖീൽ, മിൻ നഖീൽ, ഈത്തപ്പനകളുടെ തോട്ടം എന്ത് ചെയ്യുന്നു അള്ളാഹു. ഇതെന്തിനാ ഈത്തപ്പനോട് അടുത്ത് പറയാൻ കാരണം? ഈ അറബികൾക്ക് ഏറ്റവും കൂടുതൽ പരിചയം ഏതാണല്ലേ? ഈ അറബികൾ എന്നതുകൊണ്ട് ഉദ്ദേശം അന്നത്തെ മക്ക മുശ്രികൾക്ക് അവരുടെ കണ്ണിൽ ഏറ്റവും വലിയ ആനന്ദം നിറയുന്ന കാഴ്ച തിങ്ങി നിറയുന്ന ഈത്തപ്പന തോട്ടങ്ങളാണ്. അതിലെങ്ങനെ വിളകൾ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഗർവായിരുന്നു, ഫഹ്റായിരുന്നു. ഞങ്ങൾക്ക് ഇത് മതി, ഈത്തപ്പനും വെള്ളമുള്ളിടത്തോളം ആരും ഞങ്ങളെ തോൽപ്പിക്കൂല എന്ന് പെരുമ നടിച്ചവരാണ് അവർ. റബ്ബോടെ പറയാണ്, ഈ ഭൂമിയിൽ അള്ളാഹു ഈത്തപ്പന തോട്ടങ്ങളെ ആക്കിയത് നാമാണ്. വഅനാബ്, അടുത്ത് ഇവർക്ക് ഇഷ്ടപ്പെട്ട അടുത്ത തോട്ടം മുന്തിരിത്തോട്ടം. സൂറത്ത് കഹ്ഫിലല്ല പറഞ്ഞില്ലേ അല്ലെ, അഹങ്കാരം പറയുന്നു രണ്ടാൾക്കാർ, എനിക്ക് ഈത്തപ്പന തോട്ടമുണ്ട് അതുപോലെ മുന്തിരിത്തോട്ടമുണ്ട് എന്ന് പറഞ്ഞ ചരിത്രം അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ റബ്ബ് പറയാണ്, ഈത്തപ്പനയുടെയും മുന്തിരികളുടെയും തോട്ടങ്ങൾ ഞാൻ ഉണ്ടാക്കിയതാ, അവരെ കഴിവുകൊണ്ടല്ല. ചിലപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടതാകും, അധ്വാനിച്ചതാകും, വെള്ളം ജലസേചനം ചെയ്തതാകും. പക്ഷെ അത് പുറത്തേക്ക് വരണമെങ്കിൽ ഫാലിഖുൽ ഹബ്ബി വന്നവാ, അള്ളാഹിനെ പറ്റി പറഞ്ഞു. ഫാലിഖുൽ ഹബ്ബ്, ഈ ധാന്യമണിയെ പിളർത്തിയവൻ അള്ളാഹുവാൻ. ഫലക്ക് എന്നറിയില്ല നമ്മള്, എന്താ ഫലക്ക്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, പിളർത്തിലെ ഫലക്കിന്റെ രക്ഷിതാവ് എന്ന് പറയും. അതായത് രാവിനെ കീറി മുറിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലും പറയും. ഈ എന്താണ്, ഒരു ധാന്യമണി പൊട്ടി അത് മുകളിലേക്ക് വന്നു, എന്നിട്ട് എന്ത് ചെയ്യും? മണ്ണിനെയും പിളർത്തിയിട്ടാണ് അല്ലെ, നമ്മളൊന്ന് മേടിയാൽ പൊട്ടുന്ന തുമ്പുള്ള ഒരു ചെടി മുളച്ചു വരുന്നത്, ഒരു മുള വരുന്നത്. അതിനങ്ങനെ പിളർത്താൻ മനുഷ്യന് കഴിയോ? ഇല്ല. അതിനെ പിളർത്തും ഫാലിഖുൽ ഹബ്ബി വന്നവ, അതാര് മാത്രമാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇവിടെ റബ്ബ് പറയാണ്, ഇവിടെയുള്ള ഈ മുന്തിരിത്തോട്ടങ്ങളും ഇവിടെയുള്ള ഈത്തപ്പന തോട്ടങ്ങളും ഒക്കെ ഞാൻ ആക്കിയതാണ്, നാം ആക്കിയതാണ്. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, അതിന്റെ ഇടയിലൂടെ അരുവികൾ ഒഴുക്കിയതുമാരാൻ നാമാണ്. ഫജ്ജറ എന്ന വാക്കിന്റെ അർത്ഥം പിളർത്തിനാൻ. ഫജ്ർ എന്നറിയില്ല, എന്താ? സ്വലാത്തുൽ ഫജ്ർ. ഫജ്ർ എന്ന വാക്ക്, ഫജ്റും സുബഹും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? സുബഹി നമസ്കാരം നമ്മൾ പറയും, ഫജ്ർ എന്ന വാക്കിന്. പിന്നെ ഫജ്ർ കഴിഞ്ഞിട്ട് ആര് വരുന്നത്? ഷുറൂക്ക് വരുന്നത്, ഉദയം വരുന്നത്. ഉദയം വേറെ, പുലരി വേറെ. എന്താ പുലരി? പുലരി തറഞ്ഞാലേ ആദ്യം ഇതിനെ വെളിച്ചെത്തുള്ളൂ. ഇരുട്ടിനെ കീറി വരുന്ന പ്രഭാകിരണം അല്ലെ, ഇരുട്ടിങ്ങനെ കീറി വരും, ഒരു നൂല് പോലെ ഇങ്ങനെ വരുന്നത് കാണാം. പ്രകാശം, അതിനാണ് ഫജ്ർ എന്ന് പറയാം. ആ ഫജ്ർ ആയതോടുകൂടി എന്തായി? നമ്മൾ എണീറ്റ് ഒന്നുണ്ടാക്കി നിസ്കരിക്കും. ഏതുവരെ നിസ്കരിക്കുക? സൂര്യനെ കാണുന്നത് വരെ അല്ലെ, സൂര്യൻ ഉദിക്കുന്ന ഷുറൂക്ക് വരെ നിസ്കരിക്കുന്ന. പിന്നെയാണ് എന്ത് ചെയ്യണത്? ഇത് നടക്കണത്. സൂര്യൻ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാലും കുറെ നേരം നമുക്ക് അവിടെ ഇരുന്ന് ഓതാൻ ഇതിനൊക്കെ സമയമുണ്ടല്ലോ അല്ലെ, ഒരു ഏകദേശം ഒരു 40 മിനിറ്റോളം. അത് കഴിഞ്ഞതിന് ശേഷം എന്താ നടക്കുന്നുള്ളൂ? ഷുറൂക്ക് നടക്കുന്നുള്ളൂ. ഷുറൂക്കിന്റെ സമയത്ത് നിസ്കാരം പാടില്ല എന്നും പറഞ്ഞു. ഫജറിന്റെ സമയം അവിടെ കഴിഞ്ഞു. ഫജർ എന്ന സംഭവം അവിടെ അവസാനം. അതാണ് വൽ ഫജർ. അതൊരു പ്രോസസ്സാണ്. ആ അത്ഭുതം നിറഞ്ഞൊരു കാര്യം. അള്ളാഹു ഒരു കാര്യം സത്യം ചെയ്ത് പറയണമെങ്കിൽ അതൊരു വലിയ അത്ഭുതം ഉണ്ടാവും. വൽ ഫജർ എന്ന് ഇവിടെ ഫജ്ജറ എന്ന് പറഞ്ഞാൽ കീറി മുറിക്കുക അല്ലെ. ഈ ജലം വന്ന് മണ്ണിനെ കീറുന്നതിനും എന്താണ് പ്രകാശം വന്ന് ഇരുട്ടിനെ കീറുന്നതിനും അള്ളാഹു ഉപയോഗിച്ച വാക്കതാണ്. ഒന്നുകിൽ ഫലഖ് അല്ലെങ്കിൽ ഫജർ. ഫലഖ ഫജ്ജറ. ഫജ്ജർനാ ഫീഹ, ആ ഭൂമിയിൽ നാം പൊട്ടിയൊഴുക്കി അൽ ഉയൂൻ. എന്താ ഉയൂൻ? അരുവികൾ അല്ലെ. ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണിനെ നമ്മൾ പഠിച്ചു. അറബി ഭാഷയിലെ ഐൻ എന്നുള്ളതിന് ഒരുപാട് അർത്ഥമുണ്ട്. ചാരൻ എന്നർത്ഥമുണ്ട്, ജാസൂസ്. പേഴ്സൺ എന്നർത്ഥമുണ്ട്, ഒരു കാര്യത്തെ നിർണയിക്കുക എന്നർത്ഥമുണ്ട്. ഐൻ തോട് എന്നർത്ഥമുണ്ട്. കണ്ണിന് നമ്മൾ പറയും അല്ലെ ഐൻ.
പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കും. ഇവിടെ ഐനും ജമ്മും ഒയൂൻ എന്നതുകൊണ്ട് ഉദ്ദേശം അരുവികളാണ്, നദികൾ. നമ്മളെ കണ്ണു ചില സമയത്ത് അരുവിയാവും, ഇങ്ങനെ ഒഴുകണ കാണാം അല്ലേ. അവിടെ മിനൽ ഒയൂൻ, അരുവികളിൽ നിന്ന് എന്തൊഴുകുന്നു, അവിടെ ആ ഒരു ഈ തോട്ടങ്ങൾക്കിടയിൽ. കാരണം ഈ ഇത് മുളകൾ വളർന്ന് അതിൽ വെള്ളം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ കായ്ക്കൊള്ളൂ. അതിന് പാകത്തിൽ അള്ളാഹു എന്ത് ചെയ്യുന്നു, ആ മണ്ണിനെ അള്ളാഹു സുബ്ഹാനഹു വതആല തയ്യാറാക്കുന്നു. നമ്മൾ അധ്വാനം ഉണ്ട്, പക്ഷെ അത്ര അധ്വാനിച്ചാൽ അത് വരണം എന്നുണ്ടെങ്കിൽ ആരുടെ കഴിവ് വേണം? അള്ളാഹുവിന്റെ കഴിവ് വേണം. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇന്ന് ഇങ്ങനെയൊക്കെ അധ്വാനിച്ചിട്ട് നമ്മൾ എന്തിനാ ചെയ്യണത്? ഇതൊക്കെ ലിയഅ്കുലു മിൻ സമരിഹി, അക്കല യഅ്കുലു, അക്കല എന്ന് പറഞ്ഞാൽ തിന്നുന്നാൻ, ലിയഅ്കുലു നമ്മൾ തിന്നാൻ വേണ്ടി, അവർ ഭക്ഷിക്കാൻ വേണ്ടി. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ കൃഷി, ഇവിടെ ഇപ്പൊ 2 പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ 2 മാത്രമല്ല, ഇവിടെ കാണുന്ന എല്ലാം കൃഷി ചെയ്തുണ്ടാക്കുന്നതെല്ലാം എന്തിനുള്ളതാണ്? ലിയഅ്കുലു, അവർക്ക് തിന്നാനുള്ളതാണ്, ഭക്ഷിക്കാനുള്ളതാണ്. മിൻ സമരിഹി, അതിന്റെ കായ്ക്കനി. സമർ എന്ന വാക്കിന്റെ അർത്ഥം ഫലം. സമർ ഫാക്കിഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴം എന്നറി, ഇവിടെ സമർ എന്ന് പറഞ്ഞാൽ കായ്ക്കനി, ഫലങ്ങൾ അല്ലെ, ഫലങ്ങൾ. വമാ അമിലതുഹു ഐദീഹിം, അത് അവരുടെ കൈകൾ പ്രവർത്തിച്ചതല്ല. ഈ കായ്കനി ഉണ്ടാണ് നമ്മളെ കൈ പ്രവർത്തിച്ചിട്ടാ? നമ്മൾ വെള്ളം കൊടുക്കുന്നു, അതിന് വളടുന്നു അല്ലെ, അതിനു വേണ്ടി എല്ലാ സംഗതിയും ചെയ്തു കൊടുക്കും. പക്ഷെ അത് കായ്ക്കണം എന്നുണ്ടെങ്കിൽ ആര് വിചാരിക്കണം? അള്ളാഹു വിചാരിക്കണം അല്ലെ. എത്ര ആളുകളുടെ അധ്വാനിച്ചിട്ട് കായ്ക്കാതെ പോണ മരങ്ങൾ അല്ലെ, പലപ്പോഴും അത് കേടുവന്നു പോണവുമില്ലേ. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ അള്ളാഹുവിന്റെ കഴിവാണ്. അപ്പൊ ഇവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഉണങ്ങിക്കിടക്കുന്ന മരുഭൂമിയിൽ ഒരു മഴ പെയ്ത് അവിടെ കായ്കനികൾ കിളർക്കുന്ന മരങ്ങൾ പൊട്ടിമുളക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ പൊട്ടിമുളപ്പിക്കും, ഞാൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് അള്ളാഹു ഓർമ്മിപ്പിച്ചു കൊടുക്കണം ഇവിടെ ആയത്ത്. മാത്രമല്ല ഇതിലൂടെ ചിന്തിക്കാൻ വേറെയും കാര്യമുണ്ട്. ഇതിനൊക്കെ നന്ദി ചെയ്യാൻ നമ്മൾ ആരാൻ? ഒരു നേരെ ഒരു റൊട്ടി കഷ്ണം മുന്നിൽ വരുമ്പോൾ നമ്മൾ ആലോചിക്കണം അതിന്റെ പിന്നിൽ പലരുടെയും അധ്വാനങ്ങളുണ്ട്, നമ്മളെ കഴിവുകൊണ്ടല്ല. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പറയാൻ അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവസ്തുതി. അല്ലദീ അത്അമനി, ഇതെന്നെ ഭക്ഷിപ്പിച്ചതാരാൻ? അള്ളാഹുവാൻ. വറസഖനീഹി, ഇതെനിക്ക് റിസ്കായി തന്നതാരാൻ? അവനാൻ. മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ, എന്റെ കഴിവോ എന്റെ ശക്തിയോ അല്ല ഞാനിത് തിന്നത്. ഭക്ഷണം ഉണ്ടായിട്ട് ചിലപ്പോൾ തിന്നാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, തിന്നിട്ട് കുടുങ്ങിയ ആൾക്കാരുണ്ട് അല്ലേ, പ്രയാസപ്പെട്ട ആളുകളുണ്ട്, എന്തെല്ലാം. അപ്പൊ ഇതിനെ നല്ല രൂപത്തിൽ നമുക്ക് തന്നതാരാൻ? അള്ളാഹു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് റസൂൽ പറഞ്ഞത് ഭക്ഷണം കഴിച്ചിട്ട് ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ രാവ് മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെ, പകല് മുഴുവൻ നോമ്പനുഷ്ഠിച്ചവനെ പോലെ. അത് ഈ ദുൽഹിജ്ജ മാസത്തിൽ കുറച്ച് ഹംദ് കൂടുകയാണെങ്കിൽ പവിത്രത കൂടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മയേറ്റ കാര്യങ്ങൾ ഏറ്റവും നല്ല റബ്ബിന് ഇഷ്ടപ്പെട്ട അമലല്ലേ ഈ ദിവസങ്ങൾ ചെയ്യുന്ന അമല്. കഴിഞ്ഞ ദിവസം അൽഹംദുലില്ലാ പറഞ്ഞ പോലെ അല്ല നമ്മളിപ്പോ ഒരു അൽഹംദുലില്ലാ പറയണ്ടെങ്കിൽ, ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അല്ല. ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ഒരാൾ ചെയ്യുന്ന ഫീഹിന്നൽ അമലു സ്വാലിഹു അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ ഒരു ഓർമ്മയും ആ ഒരു ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ അല്ലെ. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അള്ളാഹു എല്ലാ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ നമ്മൾ അവസാനിപ്പിക്കാണ്. അമാ അമിലതു ഹൈദീഹിം, അതൊന്നും അവരുടെ കൈകൾ പ്രവർത്തിച്ചതല്ല. അഫലാ യഷ്കുറൂൻ, റബ്ബ് പറയുന്നു എന്തേ അവര് നന്ദി കാണിക്കുന്നില്ലേ, എന്തേ അവർ നന്ദി കാണിക്കുന്നില്ലേ എന്നാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത് പിന്നീട് എടുക്കാം. ശുക്ർ എന്ന വാക്കിന്റെ അർത്ഥം നന്ദിനാണ്. ശക്കറ നന്ദി ചെയ്തു, യഷ്കുർ നന്ദി ചെയ്യുന്നു, യഷ്കുറൂൻ അവർ നന്ദി ചെയ്യും. അഫലാ യഷ്കുറൂൻ അവർ നന്ദി ചെയ്യുന്നില്ലേ. ആരവിടെ? അവിടുത്തെ അവർ മക്കയിലെ മുശ്രിക്കുകളെ ഉദ്ദേശിച്ചാണ് അല്ലെ, കുഫാറുകളെ ഉദ്ദേശിച്ചാണ്. റബ്ബിന്റെ കഴിവുകളെ നിഷേധിച്ചു, റബ്ബിന്റെ കഴിവുകളെ കുറവായി കണ്ടു അല്ലെ. ഇതെല്ലാം എന്നിട്ടോ റബ്ബിന്റെ എല്ലാ മുതലും തിന്നും കുടിച്ചും നടന്ന് അല്ലെ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നില്ലേ എന്നാണ്. അള്ളാഹുവിന് നന്ദി ചെയ്താൽ അള്ളാഹു അനുഗ്രഹത്തിൽ വർധനവ് നൽകും. നന്ദി ചെയ്യുന്നില്ലേ, അള്ളാഹുവിന്റെ ശിക്ഷക്ക് അവർ പാത്രീഭൂതരാകുമെന്ന് റബ്ബ് ഓർമ്മിപ്പിച്ചതുമുണ്ട്. അള്ളാഹു നന്ദിയുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ അത് മരണവും മരണാനന്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ജീവിതവും മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരങ്ങളാണ് അള്ളാഹു കൂടുതലായി ഇതിൽ കൊണ്ടുവന്നത്. അതിന് നമ്മുടെ മനസ്സുകളെ ഓർമ്മിപ്പിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന ചില ഉദാഹരണങ്ങളിലൂടെ അള്ളാഹു ചില കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നു. ഇതിവിടെ തീരുന്നില്ല. ഇതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോഴും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള റബ്ബിന്റെ സംസാരം എന്ത് ചെയ്യും, ദീർഘിച്ചു പോവുകയാണ്. അള്ളാഹു നമ്മുടെ മരണാനന്തര ജീവിതം എളുപ്പമാക്കി തരുമാറാവട്ടെ. ഏറ്റവും നല്ല ആശ്വാസപൂർണമായ, ദുനിയാവിന്റെ എല്ലാ ഷർറുകളിൽ നിന്നും ആശ്വാസപൂർണമായ ഒരു മരണം ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകുക എന്ന് പറഞ്ഞു. അതിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അല്ലെ. അള്ളാഹു നമ്മുടെ ദുനിയാവിലെ ജീവിതം എളുപ്പമാക്കി തരട്ടെ. കാരണം ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലെ. ഈ ദുനിയാവിലെ ജീവിതം പരലോകത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് റസൂൽ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദുനിയായ അല്ലത്തി ഫീഹാ മആശി, അള്ളാഹു എന്റെ ദുനിയാവ് ശരിയാക്കി തരണേ, കാരണം ഇവിടെ എന്റെ ഉപജീവനമുണ്ട്.
അള്ളാഹു ശരിയാക്കി തരട്ടെ. ഇല്ല, തൊഴിലില്ലാതെ ജോലിയില്ലാതെ ജോലിയിൽ തന്നെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമുള്ള ആളുകൾ അള്ളാഹു ആശ്വാസം കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ സമ്പാദ്യങ്ങളിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹലാലായ ഇത് സ്വീകരിക്കാനും ഹലാലായ രൂപത്തിൽ ചെലവഴിക്കാനുള്ള അറിവും വിവേകവും ബോധവും അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ദീന് ശരിപ്പെടുത്തി തരട്ടെ. റസൂൽ പ്രാർത്ഥിച്ചു, ദീന് ശരിയാക്കി തന്ന റസൂൽ, ദീന് പൂർത്തിയാക്കി തന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അസ്ലിഹി ലി ദീനി, അള്ളാഹുവേ എന്റെ ദീന് ശരിയാക്കി തരണം. ഓരോ ദിവസവും നമ്മുടെ ദീനിനെ എങ്ങനെ കോട്ടം തട്ടിക്കുന്ന പലതും വലിച്ചു മുറുക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. കാരണം അത് നമ്മുടെ ഇസ്മത്തു അംരി, കാര്യങ്ങളുടെ കടിഞ്ഞാണാണെന്ന റസൂലുള്ള പറഞ്ഞത്. എല്ലാ കാര്യവും ശരിയായി കിട്ടണമെങ്കിൽ ആദ്യം എന്ത് ശരിയാവണം? ദീന് ശരിയാവണമെന്ന്. ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചായ്വ് എന്നാണ്, അള്ളാഹുവിലേക്കുള്ള ഒരു ചായ്വാണ്. മുസ്ലിം ആവുക, അള്ളാഹു ഏറ്റവും നല്ല മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അതിന്റെ ഏറ്റവും വലിയ ആധാരമാണ് വിശുദ്ധ ഖുർആൻ. ഇത് രാവും പകലും ഓതുന്നവരിൽ അള്ളാഹു നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ, നന്നായി ഓതുന്നവരിൽ ഉൾപ്പെടുത്തണേ. അള്ളാഹു ഞങ്ങൾ ഓതിയതൊക്കെ, ഞങ്ങൾ പാരായണം ചെയ്തതൊക്കെ റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. അതിലെ തെറ്റുകൾ, കുറ്റങ്ങൾ, പോരായ്മകൾ അള്ളാഹുവെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. ഈ ഖുർആൻ നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും, ഈ ഖുർആനെ കൊണ്ട് സ്വഭാവം നന്നാക്കാനും സംസ്കാരം നന്നാക്കാനും വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് അറിവ് പ്രദാനം ചെയ്യണേ. അള്ളാഹു അതിന് അവസരങ്ങൾ നൽകണേ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ, അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ, അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ, اللهم اغفر لوالدينا، اللهم رب ارحمهم كما ربونا صغارا يا ارحم الراحمين، اللهم ارحمهم كما ربونا صغارا يا ارحم الراحمين، اللهم ارحمهم كما ربونا صغارا يا ارحم الراحمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد وعلى اله وصحبه وسلم. جزاكم الله خيرا. والسلام عليكم ورحمة الله وبركاته.